ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് എല്ലാ സമവാക്യങ്ങളും പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സാമുദായിക സമവാക്യമാണെങ്കിലും സ്ത്രീ സംവരണമാണെങ്കിലും അത്തരത്തിൽ എല്ലാ സമവാക്യങ്ങളും പാലിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഒരർത്ഥത്തിൽ തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കാതെ പോയതും ഇതുതന്നെയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ ചില മണ്ഡലങ്ങളെല്ലാം തന്നെ ചില ആശങ്ക നിലനിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും ഇതേ സാമുദായിക സമവാക്യങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ 3 മണ്ഡലങ്ങളിലെ കൂടി സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഔദ്യോഗികമായ തീരുമാനമാകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ അലട്ടാൻ പോകുന്നതും ഇതേ സാമുദായിക സമവാക്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒരാളെ പിടിച്ചു നിർത്തിക്കൊണ്ട് തങ്ങളുടെ മേൽ വലിയ ബാധ്യത വരാത്ത രീതിയിൽ ഇതിനെല്ലാം തന്നെ നീക്കിക്കളയുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ CPM-ന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ വനിതാ സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് KK ശൈലജ ടീച്ചർ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അതേസമയം തന്നെ വലിയ തരത്തിലുള്ള ഒരു ന്യൂനപക്ഷ സംവരണം അത് യഥാർത്ഥത്തിൽ എല്ലാ ഭാഗങ്ങളും ഫില്ലായി അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് തന്നെ പോയിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കടമ്പയായി തന്നെ നിൽക്കുകയാണ്. എന്നാൽ കൃത്യമായി തന്നെ ജാതിയാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും വനിതാ സംവരണമാണെങ്കിലും എല്ലാം കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നത്. 195 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് BJP കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ആ പ്രഖ്യാപനം പുറത്തു വരുന്ന സാഹചര്യത്തിൽ 28ഓളം വനിതകൾക്കാണ് BJP പ്രാതിനിധ്യം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലായിരുന്നു BJP സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. 34 കേന്ദ്രമന്ത്രിമാർ, ലോക്സഭാ അധ്യക്ഷൻ, 2 മുഖ്യമന്ത്രിമാർ എന്നിവർ മത്സര രംഗത്തുണ്ട്. 50 വയസ്സിൽ താഴെ പ്രായമുള്ള 47 പേർ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. 28 വനിതകൾ സ്ഥാനാർത്ഥികളാണ്. ജാതി സമവാക്യങ്ങളിൽ OBC വിഭാഗത്തിൽ നിന്നാണ് കൂടുതൽ സ്ഥാനാർത്ഥികൾ. 57 പേരാണ് മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. പട്ടികജാതി വിഭാഗം 27, പട്ടികവർഗ വിഭാഗം 18 എന്നിങ്ങനെയാണ് ജാതി പ്രാതിനിധ്യം. എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകിയതായി BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് തഡ്വേ പാർട്ടി ദേശീയ ആസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ആദ്യഘട്ടം പട്ടികയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉത്തർപ്രദേശിൽ നിന്നാണ്. 51 സ്ഥാനാർത്ഥികളുണ്ട്. ബംഗാളിലാണെങ്കിൽ 20, മധ്യപ്രദേശിൽ 24, ഗുജറാത്തിൽ 15, രാജസ്ഥാനിൽ 15, കേരളം 12, തെലങ്കാന 9, അസം 14, ഝാർഖണ്ഡ് 11, ഛത്തീസ്ഗഡ് 11, ഡൽഹി 5, ജമ്മു കാശ്മീർ 2, ഉത്തരാഖണ്ഡ് 3, അരുണാചൽ പ്രദേശ് 2, ഗോവ 1, ത്രിപുര 1, ആൻഡമാൻ നിക്കോബാർ 1, ദാമൻ ദിയു 1 എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ എണ്ണം. എന്തായാലും ഏറെ കാത്തിരുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയായിരുന്നു BJP-യുടേതെന്ന് പറയുന്നത്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കും എന്നെല്ലാം തന്നെ ഒരു വിശകലനം നടത്തണമെങ്കിൽ കൃത്യമായും BJP-യുടെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ള വിവരം അറിയണം. പ്രത്യേകിച്ചും BJP-യുടെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള ഒരു സസ്പെൻസ് നിലനിന്നിരുന്ന സാഹചര്യത്തിൽ ആരെല്ലാമായിരിക്കും സ്ഥാനാർത്ഥികൾ എന്ന് അറിയേണ്ടത് അനിവാര്യം തന്നെയായിരുന്നു. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഔദ്യോഗികമായൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും കൃത്യമായി തന്നെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിറ്റിംഗ് MP-മാർ മാത്രമാണ് മത്സരിക്കുക. ആ സിറ്റിംഗ് MP-മാർ ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒരു ദുരൂഹത അല്ലെങ്കിൽ ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോഴും ഒരു സസ്പെൻസ് നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായ ഒരു നിലപാടിൽ അല്ലെങ്കിൽ കൃത്യമായ ഒരു വിശകലനത്തിന് ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഉതകുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ അതേസമയം തന്നെ BJP-യുടെ അജണ്ടയെ പറ്റി കൃത്യമായി വിലയിരുത്തുകയാണെങ്കിൽ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി എത്തുന്നത് തൃശൂർ തേക്കിൻകാട് മൈതാനത്താണ്. ആ സാഹചര്യത്തിൽ ഇത്തവണ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിൽ നടപ്പിലാക്കിയ അജണ്ട എന്ന് പറയുന്നത് അത് നാരി ശക്തി എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിൻ ആയിരുന്നു. ഏകദേശം 2 ലക്ഷത്തിലധികം വനിതകൾ പങ്കെടുത്ത ഒരു പരിപാടി കൂടിയായിരുന്നു. സുരേഷ് ഗോപി തന്നെയാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി എന്ന് ഉറപ്പാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ആ ഒരു പരിപാടി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ നാരി ശക്തി എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിൻ BJP നടപ്പിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉറപ്പ് തന്നെയായിരുന്നു BJP-യുടെ ഭാഗത്ത് നിന്നും വനിതകൾക്ക് ഇക്കുറി ഒരു പ്രാധാന്യം ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളത്. അത് ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തായിരിക്കും വനിതകളുടെ ഒരു പ്രാതിനിധ്യം യഥാർത്ഥത്തിൽ BJP ഉറപ്പാക്കുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ ദേശീയ തലത്തിൽ 28 വനിതകളെയാണ് BJP ഉൾക്കൊള്ളാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ജാതി സമവാക്യങ്ങളെല്ലാം തന്നെ BJP കൃത്യമായി തന്നെ പാലിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരർത്ഥത്തിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് വലിയ വെല്ലുവിളി നേരിടുന്നെന്നും അതുപോലെ തന്നെ ജാതി സമവാക്യങ്ങളൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല, BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു സവർണ ആധിപത്യം കൂടുതലാണ് എന്ന് പറയുന്ന പല തരത്തിലുള്ള വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ BJP-ക്ക് എതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പട്ടിക പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ
വിമർശനങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തുന്ന ഒരു പട്ടിക തന്നെയാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം തന്നെ UDF-ന്റെ ആണെങ്കിലും അതുപോലെ തന്നെ CPI-ന്റെ ആണെങ്കിലും സ്ഥാനാർത്ഥി പട്ടികയിൽ വളരെ വലിയ വിമർശനങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ ഒരു സംസാര വിഷയമായിരുന്നു യുവജനങ്ങൾ അല്ലെങ്കിൽ യുവാക്കളെ പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ ലീഗ് പോലും ഇത്തരത്തിലൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം 2 മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് ഇക്കുറി കളത്തിലിറങ്ങുന്നതെന്ന്. അതുകൊണ്ട് തന്നെ പാർലമെന്റിലേക്ക് അയക്കുന്ന സാഹചര്യത്തിൽ അവിടെ ചുറുചുറുക്കോടെ സംസാരിക്കാനായിട്ട് കരുത്തുള്ള ആർജവമുള്ള ഒരു യുവത്വത്തെ നിർത്തണമെന്ന് ലീഗിന്റെ ഭാഗത്തു നിന്നും ഒരു ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ആ ആവശ്യം ഇക്കുറി എന്താണെങ്കിലും ലീഗിൽ പാലിക്കപ്പെട്ടിട്ടില്ല. അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇക്കുറി സിറ്റിംഗ് MP-മാർ മാത്രമാണ് മത്സരിക്കുന്നത് എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ യുവാക്കൾക്കുള്ള അല്ലെങ്കിൽ പുതിയ ആളുകൾക്കുള്ള ഒരു അരങ്ങേറ്റം അത് എങ്ങനെയായിരിക്കും എന്ന് പറയുന്ന വലിയൊരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇനിയൊരു പരീക്ഷണത്തിന് മുതിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയധികം വിമർശനങ്ങളിലും ഇത്രയധികം ആക്ഷേപങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടും കോൺഗ്രസ് തന്നെ വീണ്ടും ആ കൃത്യമായൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിന്നത് സിറ്റിംഗ് MP-മാർ മാത്രം മത്സരിച്ചാൽ മതി, തങ്ങൾ ഇനിയൊരു പരീക്ഷണത്തിനില്ല, വിജയസാധ്യത ഉറപ്പുള്ള വലിയ മുതിർന്ന നേതാക്കൾ തന്നെ മതിയെന്ന്. അതുകൊണ്ട് തന്നെയാണ് CPM-ന്റെ ഭാഗത്തു നിന്നും വലിയ പരീക്ഷണങ്ങൾക്കൊന്നും തന്നെ CPM മുതിരാതിരുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2019 കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് മത്സരിക്കുന്നത്. അങ്ങനെയെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങളെല്ലാം തന്നെ നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ 2019 വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ള ഒരു ഭയം യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതേ ഭയം തന്നെ LDF-നും ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത്രയും വിജയ സാധ്യതയുള്ള കരുത്തരായ മുതിർന്ന നേതാക്കളെ തന്നെയാണ് യഥാർത്ഥത്തിൽ CPI ആണെങ്കിലും CPM ആണെങ്കിലും കളത്തിലിറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ LDF ആണെങ്കിലും UDF ആണെങ്കിലും രാഷ്ട്രീയ എതിരാളികളെ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് പരസ്പര പൂരകങ്ങളായി തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ അവിടെ ഒരർത്ഥത്തിൽ BJP ഘടകമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഒരർത്ഥത്തിൽ അത് ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോലും നീങ്ങാനുള്ള സാധ്യത ചിലയിടങ്ങളിലെല്ലാം തന്നെ കാണുന്നുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന ഊഹക്കഥകൾക്കെല്ലാം തന്നെ ശരിവെക്കുന്നതാണ് സുരേഷ് ഗോപിയുടെ ആണെങ്കിലും അതുപോലെ തന്നെ V മുരളീധരന്റെ ആണെങ്കിലും രാജീവ് ചന്ദ്രശേഖരന്റെ ആണെങ്കിലും എല്ലാം തന്നെ വരവ് എന്ന് തന്നെ വേണം നോക്കി കാണാനായിട്ട്. എന്തു തന്നെയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി നാളുകളില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമാണെങ്കിൽ കേരളത്തിൽ ചിലയിടങ്ങളിൽ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത ഏറുകയാണ്. അതേസമയം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ BJP പുതിയ അജണ്ടകളുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എന്തായാലും ദക്ഷിണേന്ത്യയിലേക്കും പ്രധാനമന്ത്രി വരുന്നില്ല. പക്ഷെ അതേ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു തരംഗം അല്ലെങ്കിൽ ഒരു ഓളം യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യയിൽ അലയടിക്കാനുള്ള സാധ്യത ഏറെയാണ്. കാരണം അദ്ദേഹം പല തവണകളായിട്ട് ദക്ഷിണേന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ. എന്നാൽ അതേസമയം തന്നെ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അവിടുത്തെ രാഷ്ട്രീയം എന്താണ് അല്ലെങ്കിൽ ആ മണ്ണ് ആവശ്യപ്പെടുന്ന വ്യക്തമായ രാഷ്ട്രീയം എന്താണ് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് BJP കരുക്കൾ നീക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ്. ഇന്ത്യ മുന്നണിയിൽ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് ഇന്നത്തെ മാർച്ചിൽ നിന്ന് പോലും മാറി നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ആ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും.